2019 നിന്നൊരു ഭിന്നമായി കണ്ടൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ മനു, ഏതുതരം വർഗീയതയെയും ചോദ്യം ചെയ്യാനുള്ളൊരു പ്രവണത 2019 ഭിന്നമായി ഇത്തവണ പ്രചാരണ രംഗത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ കണ്ട റിപ്പോർട്ടൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും ഇതിനെ ഡിസ്പ്യൂട്ട് ചെയ്ത്, ഈ വാദങ്ങളെ ഡിസ്പ്യൂട്ട് ചെയ്ത് ജനങ്ങളുടെ മുമ്പിലേക്ക് വന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു പൊതു അന്തരീക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ കുറെ കൂടി ഉണ്ടായിരുന്നു. ശബ്ദം നന്നായി ഉയർന്നു കേട്ടത് അതിന് നവമാധ്യമങ്ങൾ, സമൂഹ മാധ്യമങ്ങൾ വലിയ റോൾ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും വളരെ വേഗത്തിൽ മറ്റു ചില പോയിന്റ്സ് കൂടി ഒന്ന് നോക്കാം. അടുത്തത്, തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് പടിവാതിൽക്കൽ നിൽക്കുമ്പോഴാണ് കോടതിയിൽ നിന്ന് വന്ന വിധികളുണ്ടാക്കിയ മാരകമായ പ്രകാരം മോദി ഭരണത്തിന്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇലക്ട്രൽ ബോണ്ട് തിരിച്ചടിയാണ്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കൊടുത്ത ഹർജിയിലൂടെ നിയമ പോരാട്ടം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ലോകത്താദ്യമായിട്ടായിരിക്കാം ഒരു ഭരണകൂടം ഒരു അഴിമതിയെ നിയമവിധേയമാക്കാനുള്ള ശ്രമങ്ങൾ. അത് പൂർണ്ണമായും തുറന്നു കാട്ടപ്പെട്ടു. അതിനകത്ത് അതുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ BJP തെരഞ്ഞെടുപ്പ് ഫണ്ട് സമാഹരിക്കാനുള്ള ടൂളാക്കി മാറ്റിയത് എന്ന് കണ്ടു. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഒരുപാട് ചർച്ച. അപ്പോൾ മോദി ഭരണം, പ്രധാനമന്ത്രി എപ്പോഴും അഴിമതിരഹിതമാണ് എന്ന് അവതരിപ്പിക്കാൻ ശ്രമിച്ചത് യഥാർത്ഥത്തിൽ നിറഞ്ഞ അഴിമതിയുള്ള ഒന്നാണ് എന്നത് ഗൗരവമായി ചർച്ച ചെയ്യുന്ന വിഷയം. അതിൽ ഇലക്ട്രൽ ബോണ്ട് വളരെ പ്രധാനപ്പെട്ട വിഷയമായി. ഇലക്ട്രൽ ബോണ്ട് അത് കോടതിയാണ്, അത് CPIM-ന്റെ നിയമ പോരാട്ടം. ഒടുവിൽ കോടതിയിൽ അത് വലിയ തോതിൽ പരാജയപ്പെടുന്നു. അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് വലിയ തോതിൽ BJPക്ക് വലിയൊരു ആഘാതം ഏൽപ്പിച്ചു തന്നെയാണ്. പ്രതിപക്ഷ മുന്നണിയെ സംബന്ധിച്ച് ഈ സർക്കാരിനെ തുറന്നു കാട്ടാൻ കുറെ കൂടി അവസരം അതിലൂടെ ഒരുങ്ങി എന്നുള്ളത് കൂടിയുണ്ട്. അതിലൂടെ എനിക്കൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം. അവിടെയാണ് അദ്ദേഹം വല്ലാത്തൊരു ഘട്ടത്തിൽ മോദി തന്നെ നേരിട്ട് കോൺഗ്രസിനെ അദാനിയും അംബാനിയുമായി ബന്ധപ്പെടുത്താൻ ടെമ്പോയിൽ കള്ളപ്പണം, അതായത് അംബാനിയുടെ കള്ളപ്പണം എന്ന പ്രധാനമന്ത്രി തന്നെ പറയുന്ന രാജ്യം കേട്ടു. എനിക്കിതിനകത്ത് എടുത്തു പറയാനുള്ള കാര്യം കൂടി, രാജ്യത്ത് ഇടതുപക്ഷത്തിന്റെ സ്റ്റാൻഡ് എന്താണെന്ന് കൂടി ഈ ഒറ്റ കേസ് നമ്മളോട് തെളിയിക്കുന്നുണ്ട്. കാരണം ഇതിനെ ചോദ്യം ചെയ്യാൻ അർഹതയും ധൈര്യവും ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിന് മാത്രമായി. ഇലക്ട്രൽ ബോണ്ട് വേണ്ട എന്ന് തീരുമാനിച്ചത് വാങ്ങാതെ, അതിനുവേണ്ടി ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാതെ രാഷ്ട്രീയമായി എതിർത്തു, നിയമപരമായി പോരാടി. കോൺഗ്രസും ആ ഘട്ടത്തിൽ വലിയ വിമർശനം നേരിട്ട് കേട്ടോ. കാരണം ഈ അഴിമതി പണത്തിന്റെ പങ്കുപറ്റി എന്നുള്ള പ്രശ്നമുണ്ട്. 2000 കോടിയോളം രൂപ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ മോദി സർക്കാരിനെതിരായ ഒരു പൊതുവികാരത്തിന്റെ ഒരു ഫൈറ്റിന്റെ ഭാഗമായി ഈ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രധാനപ്പെട്ട, ഈ മോദിക്ക് മങ്ങലേറ്റതിന്റെ കാരണങ്ങളിലൊന്നായി, ഒരു പ്രധാനപ്പെട്ട കാരണമായി ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അയോധ്യയുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ട് തിരിച്ചടിയിലൂടെ വന്ന അഴിമതി, മോദി ഭരണത്തിലെ അഴിമതി എന്ന വിഷയവും പ്രധാനപ്പെട്ടതായി ചർച്ചയായിരുന്നു.